കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ സുരക്ഷിതരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രീ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ കുറിച്ചാണ്. വടക്കാഞ്ചേരിയിൽ ഒരു ഇതിലും സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നോ, നമ്മുടെ പ്രീ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെല്ലാം സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പറ്റുന്ന ഇടം. കളിച്ച് ചിരിച്ച് പുതിയ തലമുറകളായിട്ട് അവർ വരണ്ടേ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് കിഡീസ്. ഇത് വരുന്നത് നമ്മൾ വടക്കാഞ്ചേരി ഓട്ടുപാൽ സ്റ്റാൻഡിന്റെ സമയം ബുദ്ധനെ നഗരമാണ്. ഈ കാണുന്ന മനോഹരമായ ഇത് തന്നെ. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു സ്വന്തമായി വീട്ടിലേക്ക് കുട്ടികൾ കടന്നുകൊണ്ട് കളിച്ച് ചിരിച്ച് പഠിക്കുവാനുണ്ട്. അപ്പൊ നമുക്ക് നാളത്തെ കാര്യം നോക്കിയാലോ. ഹലോ, വീടിന്റെ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പഠിക്കാൻ സുരക്ഷിതമായ ഒരിടം ഒരുക്കുകയാണ് വടക്കാഞ്ചേരിയിലെ കിഡി ഹഗ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം. വടക്കാഞ്ചേരിയിലെ കിഡി ഹഗ് പ്രീ സ്കൂളിൽ കുട്ടികൾക്ക് ആഘോഷിച്ച് പഠിക്കാൻ കഴിയും. പെറ്റമ്മയ്ക്കൊപ്പം വീടിനുള്ളിൽ കളിച്ചും ചിരിച്ചും കഴിയുന്ന കുട്ടികളെ ഒരു സുപ്രഭാതത്തിൽ 4 ചുമരുകളുള്ള മുറികളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തങ്ങൾ ഒറ്റപ്പെട്ടതായി കുട്ടികൾക്ക് തോന്നാം. എന്നാൽ കിഡി ഹഗ് പ്രീ സ്കൂളിൽ അത്തരം ഒരു തോന്നലുണ്ടാകാത്ത രീതിയിലാണ് ഒരു വീടിനെ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കരുതലുള്ള അധ്യാപകരും ഹോസ്റ്റസുമാരുടെയും കയ്യിൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ പഠനത്തോടൊപ്പം കളി ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കുട്ടികളുടെ ഡേ കെയർ സെന്റർ മുതൽ LKGയും UKGയും സ്ഥാപനം അംഗീകാരത്തോടെ നടത്തിവരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള റോഡിൽ ഉദയനഗറിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. വടക്കാഞ്ചേരിയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ജനം 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ വളരെ സുരക്ഷിതത്വവും കുട്ടികളോടുള്ള സമീപനവും വളരെ ഇഷ്ടപ്പെട്ടു. ഈ കോവിഡ് ടൈമിൽ എന്ന് പറഞ്ഞത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ആ കോവിഡ് ടൈമിൽ ഈ PG LKG അങ്ങനെ സ്കൂളുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എൻ്റെ മൂത്ത കുട്ടീനെ തന്നെ ഞാൻ ചേർക്കാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു മൊത്തത്തിൽ. ഇവിടെ വടക്കാഞ്ചേരിയിൽ എവിടെയും നല്ലൊരു പ്രീ സ്കൂൾ ഇല്ല എന്നുള്ളൊരു അവസ്ഥ തോന്നി. നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ കുറച്ചു കാലം. അത് കഴിഞ്ഞ് തന്നെ എൻ്റെ ചെറിയ കുട്ടീനെ ചേർക്കാനായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ രാധിക മാം ഞങ്ങൾക്ക് അത്രത്തോളം ക്ലോസ് ആണ്. അവരെന്തായാലും നന്നായിട്ട് നോക്കുന്ന എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ അവിടെ തന്നെ ചേർക്കാമെന്ന് ഞാൻ അവസാനം തീരുമാനിച്ചു. പിന്നെ ഇവിടെ വന്നാൽ അവർ സേഫാണ്, അക്കാഡമിക്കലിയും അവർ ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് കൺഫേം ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ തന്നെ ആവും എന്നുള്ളതിൽ സന്തോഷം. ഈ സ്ഥാപനം ഇനിയും മുന്നോട്ട് നന്നായി പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മൾ വിദ്യാലയങ്ങളൊക്കെ തുറന്നിരിക്കുകയാണ്. വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ നമ്മുടെ പൊന്നോമനകൾ സുരക്ഷിതമായി വിദ്യാലയത്തിൽ പോകണം, തിരിച്ച് വീട്ടിലെത്തുന്നവരെയും നല്ല ടെൻഷനൊക്കെയാണ്. പക്ഷെ വടക്കാഞ്ചേരിയിൽ ഒരു പ്രത്യേക സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേക സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന ഒരു മനോഹരമായ സ്ഥാപനം. അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരുടെ സ്വീകരണങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാലയത്തിൽ എത്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വീട്ടിൽ തന്നെയും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ ടെൻഷൻ പിടിച്ചൊരു കാലഘട്ടമാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കേൾക്കുന്ന ചില വാർത്തകളുണ്ട്. അത്തരം വാർത്തകൾ, ഞെട്ടിക്കുന്ന ചില വാർത്തകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വലിയ പേടിയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണമെന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞുമക്കളെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ. വടക്കാഞ്ചേരിയിലേക്ക് കടന്നു വന്നാൽ മതി. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക്. നമസ്കാരം, എൻ്റെ പേര് രാധിക. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കിഡി ഹഗ് പ്രീ സ്കൂൾ എന്ന എൻ്റെ സ്ഥാപനത്തിലാണ്. സോ വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാൻ. എനിക്ക് വാക്കുകൾക്ക് സത്യം പറഞ്ഞ ക്ഷാമമുണ്ട്. കിഡി ഹഗ് പ്രീ സ്കൂൾ എന്ന എൻ്റെ കുറേ കാലത്തെ ചിരകാല അഭിലാഷം എന്നൊക്കെ പറയാം. ഞാനൊരു ടീച്ചറായിട്ട്, ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേറ്ററായിട്ട് ഞാൻ 12 വർഷത്തെ സർവീസ് എടുക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഈ 12 വർഷം ടീച്ചറായിരിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ സ്വന്തമായൊരു സ്ഥാപനം എനിക്ക് വളരെയധികം ഒരു സ്വപ്നമായിരുന്നു അത്. അപ്പോൾ അതിലെനിക്ക് കുറേ സ്കൂൾസ്, ഞാൻ വർക്ക് ചെയ്ത സ്കൂൾസ് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ പാരൻസ്, കുട്ടികൾ, അതൊരു പാഷനാണ്, ഒരു ഡ്രീം കം ട്രൂ ആണ് ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേറ്റർ, ഒരു കിൻഡർ ഗാർഡൻ ടീച്ചറായിരിക്കുക എന്നുള്ളത്.
കുട്ടികളെ പഠിപ്പിക്കുക എന്നതിലുപരി അവർക്ക് കുറേ സ്കിൽസ്, ലൈഫ് സ്കിൽസ് ഉണ്ടാവും. വീൽ സേ ഡൊമെയിൻസ് എന്നൊക്കെ പറയും അതിന്. സബ്ജക്ട്സ് അല്ല കിൻഡർ ഗാർഡനിൽ. പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡൊമെയിൻസ്. ആ ഡൊമെയിൻസിൽ നമുക്ക് കുറേ ഫാക്ടേഴ്സ് വരും. ഇമോഷണൽ സ്കിൽ, ഷെയറിങ് ആൻഡ് കെയറിങ്, സൈക്കോമോട്ടോ സ്കിൽ, എത്തിക്കൽ സ്കിൽ, വാല്യൂസ്, മോറൽ വാല്യൂസ്. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മുടെ അക്കാഡമിക് സ്കില്ലായിട്ടുള്ള ലിറ്ററസി ആൻഡ് ന്യൂമറസി എന്ന് പറയും. അത് നമ്മൾ അതിൻ്റെ കൂടെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഹോളിസ്റ്റിക് ലേണിംഗ് എന്ന് പറയും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് ഒരു 360 ഡിഗ്രി ദേ ഹാവ് ടു ട്രാവൽ. അപ്പം നമ്മുടെ ഈ 3 years, ഫ്രം 3 years to 6 years, 3 to 4 years പ്രീ കെ ജി, 4 to 5 years LKG, 5 to 6 years UKG. ഇതാണ് ഈ 3 വയസ്സിൽ നമ്മളടുത്ത് വന്ന കുട്ടി ഒരു 6 വയസ്സ് കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ആ കുട്ടിയിൽ എല്ലാ സ്കിൽസും ഡെവലപ്പ് ആയിട്ടുണ്ടാവണം വിത്ത് അക്കാഡമിക് സ്കിൽ. ആൻഡ് ദാറ്റ് കിഡി ഹഗ് വിൽ ബി പ്രൊവൈഡിങ് വിത്ത് ഓൾ ദ അറ്റ്മോസ്റ്റ് ലവ് ആൻഡ് കെയർ, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ. സി ആ ക്യാപ്ഷൻ, നർച്ചറിങ് ക്യൂരിയസ് മൈൻഡ്സ്. കിഡ്സ് ആർ ഓൾവേസ് ക്യൂരിയസ്, ദേ ആർ വെരി ഇൻക്വിസിറ്റീവ്. അവർക്ക് എപ്പോഴും ദേ വോണ്ട് ടു ലേൺ സംതിങ്, ദേ വോണ്ട് ടു ക്വസ്റ്റ്യൻ us. കുറേ ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഓൾവേസ് വി ഹാവ് ടു സേ ഒരു നോ പറയരുത്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വി ഹാവ് ടു മോട്ടിവേറ്റ് ദം. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ടാവും. സോ അങ്ങനെ അവരെ കെയർ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ സ്കിൽസൊക്കെ പുറത്ത് കൊണ്ടുവരിക, അവരുടെ സ്റ്റേജ് ഫിയർ കളയുക. കംപ്ലീറ്റ്ലി ഒരു കുട്ടി സ്കൂളിന് മുമ്പ് പ്രിപ്പറേഷൻ, അതാണ് സത്യം പറഞ്ഞാൽ കിൻഡർ ഗാർഡൻ എന്ന് പറയുമ്പോൾ. സോ പ്രീ സ്കൂൾ ഐ എം ഓൾവേസ് ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി എ പ്രീ സ്കൂൾ ടീച്ചർ. ഞാനൊരു പ്രീ സ്കൂൾ എഡ്യൂക്കേറ്റർ ആണെന്ന് പറയാൻ ഐ എം വെരി ഹാപ്പി. തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കുകയാണ്. പ്രീ സ്കൂളിന്റെ ഒരു ടീച്ചർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വിദ്യാർത്ഥി, ഒരു കുഞ്ഞു മനസ്സ്, ആ കുഞ്ഞു മനസ്സ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരു ഏജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 3-4 വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് മാമിനെ പോലുള്ള ആളുകളുടെ അടുത്താണ്. യഥാർത്ഥത്തിൽ അമ്മയാണ്, വേറൊരു അമ്മയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനം അവർക്കൊരു സെക്കൻഡ് ഹോമാണ്. ആൻഡ് വി ടീച്ചേഴ്സ് ആർ ദെയർ സെക്കൻഡ് മോം. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടം മാമിന് അറിയാൻ പറ്റും. ഈ എല്ലാവർക്കും ആശങ്കകളുടെ ഒരു കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുമക്കള് വളർന്നു വരുന്നത് തൊട്ട് അവരുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ കടക്കുമ്പോഴും മാതാപിതാക്കൾ വലിയ ടെൻഷനിലാണ്. അപ്പൊ ആ ഒരു ടെൻഷൻ പിടിക്കുന്ന ലോകത്ത് തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കിപ്പോൾ ജോലിയുള്ള 2 മാതാപിതാക്കളായിരിക്കാം. അവരെ സംബന്ധിച്ച് അവരുടെ കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞിനെ എവിടെ സുരക്ഷിതമായ ഒരു ഘട്ടങ്ങളിൽ എത്തിക്കണം, അവർക്ക് ജോലിയിൽ സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റണം. അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സ്ഥാപനം ഏറെ അനുഗ്രഹപ്രദമാണ്. നമുക്ക് ഈ സ്ഥാപനത്തെ കുറിച്ച്, ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറക്കടുത്തല്ലേ? കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിട്ടാണ്? ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് എതിർവശത്ത് വാഴാനി റോഡ് ഉണ്ട്. അപ്പൊ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് വാഴാനിയിലേക്ക് പോകുന്ന റോഡിന് സമീപമാണ്. അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റും. ഇനി സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വിശേഷമാണ് കേട്ടോ. ഇത്തരം സ്ഥാപനങ്ങൾ നിരവധി കൂണ് പോലെ മുളച്ചു പൊന്നുന്നുണ്ട്. പക്ഷെ അത്തരം സ്ഥാപനങ്ങൾ മുളച്ചു പൊന്തുമ്പോൾ നമ്മൾ വരുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസത്തേക്കാൾ ഉപരി നല്ലൊരു സ്നേഹം കൊടുക്കാൻ പറ്റുന്നവരാണ് സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ എത്രത്തോളം കുട്ടികളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് പാരൻസ് നമ്മുടെ ബോർഡ്സ് ആയാലും നമ്മുടെ ആഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴായാലും ടച്ച് വുഡ് എൻ്റെ 12 വർഷത്തെ എക്സ്പീരിയൻസിൽ ആസ് എ ടീച്ചർ എൻ്റെ എക്സ് പാരൻസ് അവരുടെ കുഞ്ഞു മക്കളെ ചേർക്കാൻ അവർ കാണിച്ച ഒരു ആഗ്രഹം, ഓക്കെ മാം തുടങ്ങുന്നുണ്ടോ, ഞങ്ങൾ സന്തോഷമാണ്, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ എന്തായാലും വിടാം മക്കളെ എന്ന് പറഞ്ഞ് അത് ഭയങ്കര അനുഗ്രഹമായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കോൾസ് വന്നു. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 14 to 15 അഡ്മിഷൻസ് ഓൾറെഡി ആയി. ഇനിയൊരു 10 more അഡ്മിഷൻസ്. രാവിലെ 9:30 തുടങ്ങും നമ്മൾ, ടിൽ 12:30. ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്ലാസ് ടൈം. അത് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ചെയ്യിപ്പിക്കാം. ചില പാരന്റ്സിന് പറഞ്ഞ പോലെ ജോബ് ഗോയിങ് പാരന്റ്സ് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ദേ ഷുഡ് ഫീൽ എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലാണ് കുട്ടി താമസിക്കുന്ന ഒരു ഫീൽ എന്തായാലും ഉണ്ടാവണമല്ലോ. സോ ആ ഒരു ഗ്യാരണ്ടി വി ഹാവ് ടു ഗീവ് ദം. ഫുഡൊക്കെ കൊടുത്തയക്കണം കുട്ടികൾക്ക്. ബിക്കോസ് അത് ചില കുട്ടികൾക്ക് ഫുഡ് അലർജി ചില ഫുഡ് ചേരും, ചില ഫുഡ് ചേരില്ല. ഒരു രീതി സ്റ്റാഫ് ഇതേപോലെ ട്രെയിൻഡ് മോണ്ടിസോറി ട്രെയിൻഡ് ആയിട്ട് ടീച്ചേഴ്സ് തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ 3 ടീച്ചർമാർ ഇപ്പം ഉണ്ട്. അത് അല്ലാതെ 3 ഹോസ്റ്റസ് എന്ന് പറയും, ആൻറ്റീസ്. അപ്പോൾ അവരുണ്ട് ഹെൽപ്പിന്. സോ ഇപ്പോൾ ഡേ കെയർ, പ്രീ കെ ജി, LKG അഡ്മിഷൻ ആരംഭിച്ചു. അഡ്മിഷൻ ആരംഭിച്ചിട്ട് ഏകദേശം 1.5 മാസമായി. ഇനിയും ധാരാളം കുട്ടികൾക്ക് സ്വാഗതമാണ്. യെസ്, ഓഫ് കോഴ്സ്. ഇനിയും ഈ വാഹന സൗകര്യങ്ങൾ ഒരു പക്ഷേ കുറച്ച് ദൂരെയുള്ള ആളുകൾക്കൊക്കെ എങ്ങനെ ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും?
വാഹന സൗകര്യം ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ. ആൻഡ് അത് കിലോമീറ്റർ ഇപ്പോൾ ഉള്ളത് കുറേയൊക്കെ ഈ ഓട്ടുപാറ വടക്കാഞ്ചേരി ഈ ഒരു സർക്കിൾ തന്നെയാണ്. അത്താണിൽ നിന്നുണ്ട്, ഒന്നാങ്കല്ലിൽ നിന്നുണ്ട്, കുണ്ടന്നൂരിൽ നിന്നുണ്ട്, കാഞ്ഞിരക്കോട് നിന്നുണ്ട്. സോ ഈ ഭാഗം പരുത്തിപ്പുറം ഇപ്പോൾ ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിലോമീറ്ററിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് വരും നമുക്ക് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീല്. പക്ഷെ എത്ര വേണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എത്ര ദൂരേക്ക് വേണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ്. ഒരു കാര്യം പറയുകയാണ്, ഇത്തരം സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷെ നഗരത്തിന്റെ ഹൃദയത്തിലേക്ക് ആയിരിക്കും. പക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വാഴാനിലേക്ക് പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് എന്നൊക്കെ പറയുമ്പോൾ നഗരത്തിന്റെ നടുക്കാണ്. ഒട്ടുമല്ലാട്ടോ, ഏറ്റവും ശാന്തസുന്ദരമായ ഒരിടത്താണ്. ഒരു വിധത്തിലുള്ള ശബ്ദ മാലിന്യങ്ങളല്ല, ഒപ്പം തന്നെ വാഹനത്തിന്റെ അതിയായ തിരക്കുകളില്ല. ശാന്തസുന്ദരമായ ഒരിടം, നമ്മുടെ ഒരു വീട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം ആക്കിയെടുത്തതിൽ ആദ്യം ഇതിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു കുഞ്ഞിനെ അറിയാം, ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരിടത്ത് വന്ന് ആ പോകുന്ന സ്ഥലത്ത് നിന്ന് യാതൊരു മാറ്റമില്ലാതെ മറ്റൊരു സ്ഥലത്ത് വന്ന് കളിക്കുവാനും ചിരിക്കുവാനുമുള്ള ഇടം, അത് തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മുടെ വരുന്ന ഈ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്? മാതാപിതാക്കൾ ഭയങ്കര, താങ്കൾ പറഞ്ഞ പോലെ ഭയങ്കര ആശങ്കാകുലരാണ് വരുമ്പോൾ. മാം ഇവിടെ എങ്ങനെയാണ്, ആന്റിമാരൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുമോ, ടീച്ചർമാർ എങ്ങനെയാണ്? അപ്പം ഞാൻ പറയും ഒബ്വിയസ്ലി നല്ല എന്താ വെച്ചാൽ മക്കൾ പല തരാണ്. ചില മക്കൾ ആദ്യം വേഗം നന്നായി സംസാരിക്കും, ഇടപഴകും. ചിലർക്ക് സമയമെടുക്കും നമ്മളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യാൻ. അപ്പം നമ്മൾ അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഇവിടെ സെക്യൂർ ആണ് മോള്, ഞങ്ങളുണ്ട്, ആ ഒരു ഫീൽ പാർട്ട് വരുമല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫീൽ പാർട്ട് നമ്മൾ ആദ്യം കൊടുക്കും. എന്നിട്ട് ദേ വിൽ ബി ലൈക്ക് സെക്യൂർഡ് ആണ്, ഇവിടെ നമുക്കൊരു ഫീൽ വരും. അതിനുശേഷമാണ് നമുക്ക് വി ക്യാൻ മേക്ക് ഷുവർ ദേ ആർ ഹാപ്പി എന്നുള്ളത്. അപ്പം നമ്മൾ പാരൻസിനോട് മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. എപ്പോൾ വരുമ്പോൾ നമ്മൾ പറയും ഇവിടെ വിടുമ്പോൾ ധൈര്യമായിട്ട് കിഡി ഹഗിലാണ് നമ്മൾ കുട്ടികളെ വിടുന്നെങ്കിൽ യു ക്യാൻ മേക്ക് ഷുവർ ഹി ഓർ ഷീ, ആ കുട്ടി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല, ഭയങ്കര ഹാപ്പി ആയിരിക്കും, എപ്പോഴും ഭയങ്കര സെക്യൂർഡ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറേ പറയില്ലേ, ചില കുട്ടികൾ നല്ലോണം കഴിക്കും, വേഗം ഭക്ഷണം കഴിക്കും. ചില കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര സങ്കടമാണ്. സോ അവർക്ക് ഭക്ഷണം ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും, അയ്യോ എനിക്ക് ഭക്ഷണം വേണ്ടേ എന്ന് പറഞ്ഞോളും. അപ്പം നമുക്ക് ആ കഴിപ്പിക്കുക സ്നേഹത്തോടെ, പലതും കാണിച്ചിട്ടും പല എങ്ങനെയെങ്കിലൊക്കെ അവർ ഒരു ബിക്കോസ് വെരി ഗുഡ്, എന്താ കൊണ്ടുവന്നിരിക്കുന്നതാണോ നല്ല ആഹാരമാണെന്ന് പറയാൻ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഞാൻ കൊണ്ടുവന്ന ആഹാരം നല്ലതാണ്, അങ്ങനെ ഒരു ഫീൽ അവർക്ക് വരും. അപ്പം അങ്ങനെ ഒരു ഫീലൊക്കെ വരുത്തി അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർ അതിലേക്കൊന്ന് ആ ഒരു ആഹാരം കഴിക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരണം നമ്മൾ. അപ്പോൾ അങ്ങനത്തെ അതിന് നല്ല ക്ഷമയോടെയും നല്ല സ്നേഹത്തോടെയുള്ള സംസാരവും ഇതൊക്കെ വേണം. അപ്പം അതൊക്കെ നമ്മൾ പാരൻസിനോട് മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ സ്നേഹിക്കുന്ന രക്ഷിതാക്കൾ, അങ്ങനെ തന്നെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരു ഒറ്റ കാര്യം കൂടി പറയുകയാണ്. കിഡീസ് ഹഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് തുടക്കത്തിലുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളെ ധൈര്യപൂർവ്വം എത്തിക്കാൻ ഒരിടം, നമുക്ക് സുരക്ഷിതമായ ഒരിടം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കുവാനും ചിരിക്കുവാനും അവരുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ആദ്യഘട്ടമാണത്. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ അടുത്ത അമ്മയിലേക്ക് എത്തുമ്പോൾ ആ അമ്മ മധുരമുള്ള അമ്മയാണെങ്കിൽ മധുരമുള്ള കുഞ്ഞുങ്ങളായി അവർ വിദ്യാഭ്യാസത്തിന്റെ പുതിയ കാലഘട്ടത്തിലേക്ക് പുതിയ തലമുറകളായിട്ട് വരും. എന്തായാലും ആദ്യം തന്നെ ഞങ്ങൾ പറയുന്നു, വടക്കാഞ്ചേരിക്ക് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത്, വാടാനിക്ക് പോകുന്ന ആ റോഡിന് തൊട്ടടുത്ത് തന്നെ ഏറ്റവും ശാന്തസുന്ദരമായ ഒരു സ്ഥാപനമാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അഡ്മിഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, ഒട്ടും താമസിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ചേർക്കുവാനുള്ള, വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പടിക്ക് ചേർക്കുവാനുള്ള തിരക്കിലാണ്, അല്ലെങ്കിൽ തുടക്കത്തിലാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട. കിഡീസ് തീർച്ചയായും ഒറ്റ പേരേ ഉള്ളൂ അല്ലെ. ഈ വരുന്ന ആളുകളോട് എന്താണ് മേമിന് പറയാനുള്ളത്? ഒരു ആശങ്കയായിട്ട് ചില ആളുകളൊക്കെ നിൽക്കുന്നുണ്ടാവും, അവരോട് ധൈര്യമായിട്ട് കടന്നു വരാനല്ല പറയുന്നത്. ഓഫ് കോഴ്സ് ധൈര്യമായിട്ട് കിഡി ഹഗ് പ്രീ സ്കൂൾ നർച്ചറിങ് ക്യൂരിയസ് മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ആശങ്കാകുലരായ മക്കളെ വാർത്തെടുക്കുക എന്നുള്ളൊരു പ്രവൃത്തി നമ്മൾ വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുന്നതായിരിക്കും. ഞങ്ങളെ വിശ്വസിച്ച് വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾക്ക് അയക്കാം. അതിന് ഞാൻ ഗ്യാരണ്ടി ആസ് എ പ്രീ സ്കൂൾ എഡ്യൂക്കേറ്റർ ആൻഡ് ഓണർ ഓഫ് കിഡി ഹഗ് പ്രീ സ്കൂൾ. അപ്പൊ തീർന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വായു തോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പ്രേക്ഷകർക്ക് കാണണ്ടേ, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കാണണ്ടേ. ഇതിന്റെ ഉള്ളിൽ ഒരു മായിക ലോകം തന്നെയാണ്. പ്രത്യേകിച്ച് അറിയാം, കൊച്ചു കുട്ടികൾക്ക് കളിക്കുവാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ കളിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഇടങ്ങളാക്കി തീർക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത് കളിച്ച് അവര് പഠിക്കേണ്ടത് കളിച്ചാണ് പഠിക്കേണ്ടത്. അല്ലാതെ നമ്മള് ഒരു ക്ലാസ് റൂം, ചോക്ക്, ഡസ്റ്റർ അതൊന്നും അല്ല. ഇവിടെ അവർ വരുന്നത് കളിക്കാനാണ്.
അപ്പോൾ കളിയിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് അതിനുള്ള കുറേ അത് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. സോ നമുക്ക് കാണാം അത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വിലയിരുത്താം. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള കളിയിടങ്ങൾ. അതെ, ഇതൊരു ക്ലാസ് റൂമാണ്. സോ ഇത് LKG ക്ലാസ് റൂമാണ്. സോ ഇത് നമുക്ക് അവർക്ക് എന്താ പറയുക, ഇവിടെയാണ് അവരുടെ എന്താ പറയുക ലേണിംഗ് ഹാപ്പൻസ് എന്ന് പറയുന്നത്. അവരറിയാതെ തന്നെ അവർ പഠിക്കുകയാണെന്ന് അറിയാതെ അവർ പഠിക്കാൻ പോകുന്ന സ്ഥലമാണ്. സോ അവര് എന്താ പറയുക ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലോകം, മായിക ലോകം തന്നെ പറയും. ഓരോ മുറികളും ഓരോ വേക്കൻസി നമ്മുടെ വാൾ പെയിന്റിങ് പോലും അത് ഉണ്ടാവുന്നത്. അവര് ഭയങ്കര ഇൻക്യൂസിറ്റീവ് ആണ്. അവര് ഭയങ്കര ബട്ടർഫ്ലൈ, ബീസ്, അങ്ങനെ നമ്മുടെ കാക്ക, പൂച്ച, അങ്ങനെ ചുറ്റും കാണുന്നത് മൊത്തം അവർക്ക് എന്താ പഠിക്കാനുള്ളത് നമ്മുടെ വാൾസിൽ പോലും അത് ഉണ്ടാവും. എവിടെ കണ്ടാലും അവർക്ക് ലേൺ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാവും. അത് അവരറിയാതെ പഠിക്കാമെന്ന് അറിയാതെ ലേൺ ചെയ്യാൻ. ഇത് ആതിര, നമ്മുടെ കിഡി ഹഗിന്റെ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയാം. അതായത് നാടിയ തരണമെന്ന് പറയാം. ടീച്ചേഴ്സ് ആണ് സ്ഥാപനത്തിന്റെ ഏറ്റവും ഉത്തമത്തിലുള്ള ടീച്ചേഴ്സാണ്. എങ്ങനെ നമ്മുടെ ഇവിടേക്ക് വരുന്ന ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനസ്സെങ്ങനെ? തീർച്ചയായിട്ടും നമ്മളതിന് തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും, എല്ലാ പാരൻസിനും ധൈര്യമായിട്ട് അവരുടെ മക്കളെ നമ്മുടെ അടുത്തേക്ക് അയക്കണം. നമ്മൾ വെൽക്കം ചെയ്യുന്നതാണ് തന്നെ. അവർ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ എടുത്തിട്ടുണ്ട്. കളിക്കാനായിക്കോട്ടെ, പഠിക്കാനായിക്കോട്ടെ, എന്തായാലും നമ്മളെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളതിന് ഒരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ പാരൻസിൻ്റെ അടുത്തും കുട്ടികളുടെ അടുത്തും നമുക്ക് അത് തന്നെ പറയാം. നമ്മൾ വെൽക്കം ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികളും ഇന്നത്തെ പുതുതലമുറ എല്ലാം വൈബിന്റെ കാലഘട്ടത്തിലേക്ക്. അപ്പൊ ആ വൈബ് ഇവിടെ വന്നാൽ കിട്ടും. ഞങ്ങൾ വൈബിന്റെ ആൾക്കാരാണ്. അവരുടെ ലെവലിലേക്ക് ആക്കണം. നമ്മുടെ മക്കൾ വേണം 3-4 വയസ്സായ മക്കളാണ് അല്ലെ അതിര. നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ലെവലിലേക്ക് നമ്മുടെ ആ ഒരു 30s അതൊന്നും കണക്കാക്കില്ല. അവരൊരാളാണെങ്കിൽ നമ്മൾ അവരുടെ ഏജിലേക്ക് ഇറങ്ങി അവരുടെ കൂടെ പാട്ട് പാടണം, അവരുടെ ഡാൻസ് കളിക്കണം, എല്ലാം ചെയ്യണം. അത് നമ്മൾ ചെയ്യും. തീർച്ചയായും. അപ്പൊ നമുക്ക് ഒരുമിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറഞ്ഞാലോ, മടിച്ചു നിൽക്കേണ്ട, കടന്നു വന്നോളൂ അല്ലേ? നമ്മുടെ സുരക്ഷിതമായ കരങ്ങളിലേക്കാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത്. ഒട്ടും മടിക്കണ്ട. ഇത് ചേർത്ത് പിടിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, സ്നേഹമുള്ള ഒരു ഭവനം തന്നെയാണ്. ഞങ്ങളുടെ പേരിലുണ്ടത് കിഡി ഹഗ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കിഡി ഹഗിലേക്ക് അയക്കാം.